നിലവിലെ രാഷ്ട്രീയം നിലമ്പൂർ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്യപ്പെടുമെന്ന് മന്ത്രി കെ.എൻ. ബാലഗോപാൽ. വ്യക്തികളുടെ പ്രശ്നമില്ലെന്നും അങ്ങനെയാണെങ്കിൽ യാതൊരു കാരണവുമില്ലാതെ LDF-ൽ നിന്നും പോയതിലുള്ള പ്രതിഷേധമാണ് വരേണ്ടതെന്നും മന്ത്രി കെ.എൻ. ബാലഗോപാൽ കൊല്ലത്ത് പറഞ്ഞു. നിലവിലെ രാഷ്ട്രീയം നിലമ്പൂർ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്യപ്പെടുമെന്നും അല്ലാതെ വ്യക്തികളുടെ പ്രശ്നമില്ലെന്നും അങ്ങനെയാണെങ്കിൽ യാതൊരു കാരണവുമില്ലാതെ LDF-ൽ നിന്ന് പോയതിലുള്ള പ്രതിഷേധമാണ് വരേണ്ടതെന്നും മന്ത്രി കെ.എൻ. ബാലഗോപാൽ പറഞ്ഞു. എന്തായാലും അവിടെ ഇപ്പോഴത്തെ കേരളത്തിലെ രാഷ്ട്രീയം നല്ലതുപോലെ ചർച്ച ചെയ്യപ്പെടും. സംസ്ഥാന ഗവൺമെന്റ് ചെയ്യുന്ന കാര്യങ്ങളും കേന്ദ്രത്തിന്റെ നിലപാടുകളും ആ നാടിന്റെ വികസനവും ഒക്കെ ചർച്ച ചെയ്യപ്പെടും. അതിനകത്ത് വ്യക്തികളുടെ എന്ന നിലയിലുള്ള പ്രശ്നങ്ങളൊന്നും ആയിരിക്കില്ല വരുന്നത്. അങ്ങനെയാണെങ്കിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ നിന്നിട്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ യാതൊരു കാരണവുമില്ലാതെ രാജിവെച്ച് പോയതിനുള്ള പ്രതിഷേധമല്ലേ വരിക? എന്തിനാണ് തെരഞ്ഞെടുപ്പ് അടിച്ചേൽപ്പിച്ചതെന്ന് ജനം ചോദിക്കും. LDF-ന്റെ രാഷ്ട്രീയത്തിന് അനുകൂലമായ വിധിയെഴുത്ത് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ ഉണ്ടാകുമെന്നും സർക്കാരിന്റെ പ്രവർത്തനം തെരഞ്ഞെടുപ്പ് ഫലത്തെ സ്വാധീനിക്കുമെന്നും ബാലഗോപാൽ കൂട്ടിച്ചേർത്തു. എന്തിനാണ് ഇങ്ങനെ തെരഞ്ഞെടുപ്പ് അടിച്ചേൽപ്പിച്ചത്, എന്തായിരുന്നു കാര്യം എന്നുള്ളത് ജനം ചോദിക്കും. കാരണം അവിടെ എത്രയോ വലിയ വികസന കാര്യങ്ങൾ വരികയും ആ നാട്ടിൽ വലിയ മാറ്റം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടക്കുകയൊക്കെ ചെയ്തതാണ്. ഞാനും കഴിഞ്ഞ ദിവസവും കഴിഞ്ഞ രണ്ടാഴ്ച മുമ്പ് ഞാൻ അവിടെ പോയിരുന്നു. ധാരാളം കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ഇപ്പോൾ ഈ ഗവൺമെൻറ് തന്നെ ചെയ്ത കാര്യങ്ങളുണ്ട്. ഇങ്ങനൊരു തെരഞ്ഞെടുപ്പ് അടിച്ചേൽപ്പിക്കേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല എന്ന് തന്നെയായിരിക്കും ജനങ്ങൾ ചിന്തിക്കുക. ഇപ്പോൾ ഒരു വർഷത്തിൽ താഴെ ഉള്ളല്ലോ ഇനിയിപ്പോൾ ആകെ ഈ നിയമസഭയുടെ കാലം. ജനങ്ങളിതൊക്കെ ചിന്തിക്കും, ജനങ്ങൾ മനസ്സിലാക്കും. അതുകൊണ്ട് ഇടതുപക്ഷ മുന്നണി മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയത്തിന് അനുകൂലമായി തന്നെ ജനങ്ങൾ വിധിയെഴുതുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, കൊല്ലം.